ഹിരോഷിമ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 6. നാഗസാക്കി ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 9. ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ്? ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവ്? ഉത്തരം 1939 മുതൽ 1945 വരെ. ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട സ്ഥലം? ഉത്തരം ഹിരോഷിമ. ഹിരോഷിമ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ജപ്പാൻ. ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച വർഷം ഏതാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 6. നാഗസാക്കിയിൽ അണുബോംബ് പ്രയോഗിച്ച ദിവസം? ഉത്തരം 1945 ഓഗസ്റ്റ് 9. ജപ്പാനിലെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാനം? ഉത്തരം നാഗസാക്കി. ഹിരോഷിമയിൽ പ്രയോഗിച്ച ബോംബിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ അണുബോംബിട്ട വിമാനത്തിന്റെ പേര്? ഉത്തരം എനോലഗെ. എനോലഗെ വിമാനം പറത്തിയത് ആരാണ്? ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ്സ്. എനോലഗെ വിമാനത്തിലെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം വില്യം എസ് പാർസൺ. ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബിൽ ഉപയോഗിച്ച മൂലകം ഏതായിരുന്നു? ഉത്തരം യുറേനിയം 235. നാഗസാക്കിയിൽ പ്രയോഗിച്ച അണുബോംബിന്റെ പേര്? ഉത്തരം ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ അണുബോംബിട്ട വിമാനത്തിന്റെ പേര്? ഉത്തരം ബോക്സ്കാർ. നാഗസാക്കിയിൽ ബോംബിട്ട വിമാനം പറത്തിയിരുന്നത് ആരാണ്? ഉത്തരം ചാൾസ് സീനി. ഫാറ്റ്മാനിൽ ഉപയോഗിച്ച മൂലകം ഏതായിരുന്നു? ഉത്തരം പ്ലൂട്ടോണിയം 239. ഹിരോഷിമയിൽ അണുബോംബിട്ട അമേരിക്കയുടെ B-29 എന്ന യുദ്ധവിമാനത്തിന്റെ ലക്ഷ്യസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം അയോയ് പാലം. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് ജപ്പാനിൽ ആറ്റം ബോംബ് ഇട്ടത്? ഉത്തരം പേൾ ഹാർബർ തുറമുഖം. ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം? ഉത്തരം ന്യൂക്ലിയർ ഫിഷൻ. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം? ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം എഡ്വേർഡ് ടെല്ലർ. ആറ്റം ബോംബിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. ആണവശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഏണസ്റ്റ് റുദർഫോർഡ്. ജപ്പാനിൽ അണുബോംബ് ആക്രമണത്തിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നവരെ വിളിക്കുന്ന പേര്? ഉത്തരം ഹിബാകുഷ. ഹിബാകുഷ എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം സ്ഫോടനം അനുഭവിച്ചവർ. യുദ്ധവും സമാധാനവും എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയി. ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഓട്ടോ ഹാനും ഫ്രിഡ്സ് സ്ട്രാറ്റ്മാനും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ഹിരോഹിറ്റോ. അമേരിക്ക അണുബോംബ് നിർമ്മാണത്തിനിട്ടിരുന്ന രഹസ്യ പേര് എന്തായിരുന്നു? ഉത്തരം മാൻഹട്ടൻ പദ്ധതി.
ജപ്പാനിൽ അണുബോംബ് ഇട്ടതിനു ശേഷം പ്രസിഡന്റിനോട് എന്റെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. മാൻഹട്ടൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. സമ്പൂർണ്ണ ആണവായുധ നിർമ്മാർജ്ജന ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 26. ഹിരോഷിമയുടെ ഇപ്പോഴത്തെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഉത്തരം ഓലിയാണ്ടർ പുഷ്പം. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം കെൻസോ ടാങ്കെ. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ ആരുടേതാണ്? ഉത്തരം സഡാക്കോ സസാക്കി. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഹോമി ജെ ഭാവ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം രാജാ രാമണ്ണ. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന്റെ രഹസ്യ കോഡ് എന്തായിരുന്നു? ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബ് ഏതാണ്? ഉത്തരം ദി ഗാഡ്ജറ്റ്. ലോകത്തിൽ ആദ്യമായി അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം? ഉത്തരം ന്യൂ മെക്സിക്കോയിലെ അലമുഗാർഡോ. ഹിരോഷിമ അടങ്ങുന്ന ദ്വീപ് കണ്ടെത്തിയത് ആരാണ്? ഉത്തരം മോറി ടെർമോട്ടോ. ഏത് വർഷമാണ് മോറി ടെർമോട്ടോ ഹിരോഷിമ അടങ്ങുന്ന ദ്വീപിനെ കണ്ടെത്തിയത്? ഉത്തരം 1589. ഓലിയാണ്ടർ പുഷ്പത്തെ ജപ്പാനിൽ വിളിക്കുന്ന പേര്? ഉത്തരം ക്യോച്ചി കൂഡോ. ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ബറാക് ഒബാമ. ഏത് വർഷമാണ് ബറാക് ഒബാമ ഹിരോഷിമ സന്ദർശിച്ചത്? ഉത്തരം 2016. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഹിരോഷിമ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചപ്പോൾ 2 വയസ്സ് പ്രായമുണ്ടായിരുന്നതും 11 വയസ്സായപ്പോൾ ബ്ലഡ് ക്യാൻസർ വന്ന് മരിക്കുകയും ചെയ്ത പെൺകുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം സഡാക്കോ സസാക്കി. സഡാക്കോ സസാക്കിയുടെ നൊമ്പരം എന്ന കൃതി ആരുടേതാണ്? ഉത്തരം രാധിക ദേവി TR. രണ്ടാം ലോക മഹായുദ്ധത്തിലെ സഖ്യകക്ഷികൾ ആരെല്ലാമായിരുന്നു? ഉത്തരം അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അച്ചുതണ്ട് ശക്തികൾ ആരെല്ലാമായിരുന്നു? ഉത്തരം ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. ഫാറ്റ്മാൻ എന്ന ബോംബിന്റെ ഭാരം എത്രയായിരുന്നു? ഉത്തരം 4.63 ടൺ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടന? ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന. എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടത്? ഉത്തരം 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം അമേരിക്കയിലെ ന്യൂയോർക്ക്. UN-ന്റെ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കോസ്റ്ററിക്ക.
ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ആ പേര് നൽകിയത് ആരാണ്? ഉത്തരം ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്.